പാലാ നഗരസഭയിൽ നഗരസഭാ അധ്യക്ഷ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ LDF നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസ് ഇന്ന് രാവിലെ 11-ന് ചർച്ചയ്ക്കെടുക്കും. ചർച്ചയിൽ പങ്കെടുക്കരുതെന്ന് കാണിച്ച UDF അംഗങ്ങൾക്ക് അതാത് പാർട്ടി നേതൃത്വങ്ങൾ വിപ്പ് നൽകി. 26-അംഗ നഗരസഭയിൽ 12 പേരുള്ള LDF 14 പേരുടെ പിന്തുണ ഉറപ്പാക്കിയാൽ അവിശ്വാസ പ്രമേയം പാസ്സാകും. സനോജ് കൂടി ചേരുന്നുണ്ട്. സനോജ്, ഗുഡ് മോർണിംഗ്. ഈ പാലാ നഗരസഭയിലെ തർക്കമൊക്കെ ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. ഇന്നിപ്പോൾ ദിയ ബിനുവിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ഇന്ന് ചർച്ചയ്ക്കെടുക്കാനിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു അവിശ്വാസ പ്രമേയമാണ് ഇന്ന് പാലാ നഗരസഭയിൽ വരുന്നത് എന്നതാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമുന്നണിയാണ് പാലാ നഗരസഭ ഭരിക്കുന്നത്. ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ട് കൂടിയും സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടി UDF ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്നും ഒഴിവാക്കി നിർത്തുവാൻ വേണ്ടി ഈ സ്വതന്ത്ര അംഗങ്ങളെ പിന്തുണച്ചുകൊണ്ടാണ് അധികാരത്തിലെത്തിയത്. അധികാരത്തിലെത്തിയ ആദ്യഘട്ടം മുതൽ തന്നെ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പല ഘട്ടങ്ങളിലും രൂപപ്പെട്ടുവെങ്കിൽ കൂടിയും നേതൃത്വം ഇടപെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ അവസാനം കോൺഗ്രസിൻ്റെ 6 കൗൺസിലർമാർ ഉൾപ്പെടെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നിലവിലത്തെ നഗരസഭാ ചെയർപേഴ്സണെതിരെ വിശ്വാസമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രമേയം പാസാക്കി. ഈ പ്രമേയം പാസാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഈ പ്രമേയം മണ്ഡലം കമ്മിറ്റി അയച്ചു കൊടുത്തു. അതിനെ പിന്നാലെ വലിയ പ്രതിസന്ധി പാലാ നഗരസഭയിൽ രൂപപ്പെട്ടു. ഇതിനെ തുടർന്ന് LDF അവിശ്വാസത്തിന് നോട്ടീസ് നൽകി. ആ അവിശ്വാസമാണ് ഇന്ന് 11 മണിയോടുകൂടി ചർച്ചയ്ക്കെടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടുത്തെ ഒരു കക്ഷിനിലയെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ 26-അംഗ കൗൺസിലിൽ LDFന് 12 അംഗങ്ങളുണ്ട്. അതിൽ 10 പേർ കേരള കോൺഗ്രസ് എമ്മും 2 പേർ CPIM-ഉമാണ്. ഒപ്പം തന്നെ UDFന് 10 പേരാണുള്ളത്. UDFിൻ്റെ 10 പേരെന്ന് പറയപ്പെടുമ്പോൾ അതിൽ 3 കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും 1 മാണി സി കാപ്പൻ്റെ വിഭാഗവും ഒപ്പം തന്നെ 5 കോൺഗ്രസ് കൗൺസിലർമാരും 1 അംഗം വിമതയായി മത്സരിച്ച് വിജയിച്ച ആളുമാണ്. ആ വിമതയായി മത്സരിച്ച് വിജയിച്ച മായ രാഹുൽ എന്ന് പറയപ്പെടുന്ന ആളാണ് നിലവിൽ ഈ പാലാ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ പദവിയിലിരിക്കുന്നത്. പിന്നെ 14 പേരുടെ പിന്തുണ വേണമായിരുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിൽ സ്വതന്ത്രരായി വിജയിച്ച ഒരു കുടുംബത്തിലെ 3 പേർ, അതിൽ ദിയ ബിനു പുളിക്കക്കണ്ടമാണ് പാലാ നഗരസഭയിലെ ചെയർപേഴ്സൺ. ദിയ ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ പിതാവ് ബിനു പുളിക്കക്കണ്ടം, ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ സഹോദരൻ ബിജു പുളിക്കക്കണ്ടം, ഇവരുടെ 3 പേരുടെ പിന്തുണയോടുകൂടിയാണ് പാലാ നഗരസഭ UDF പിടിച്ചെടുത്തത്. ആ പിടിച്ചെടുത്ത ഘട്ടത്തിൽ ഈ ചെയർപേഴ്സൺ പദവി തങ്ങൾക്ക് വേണമെന്നുള്ളതായിരുന്നു ഈ സ്വതന്ത്ര മുന്നണിയിലെ 3 പേരുടെ നിലപാട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദിയ ബിനു പുളിക്കക്കണ്ടം ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യത്തെ 6 മാസം വൈസ് ചെയർപേഴ്സൺ പദവി നൽകിയിരുന്നത് മായ രാഹുലിനാണ്. മായ രാഹുൽ നിലവിലത്തെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുമ്പ് അവർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ആളാണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതെ വന്നതിനെ തുടർന്ന് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതയായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. അങ്ങനെ വിമതയായി മത്സരിച്ച് വിജയിച്ച മായ രാഹുലിന് ആദ്യത്തെ 6 മാസം വൈസ് ചെയർപേഴ്സൺ പദവി നൽകാമെന്നും വാഗ്ദാനമുണ്ടായി. അങ്ങനെ ഭരണം തുടർന്നു പോകുന്നതിനിടയിൽ ഈ 6 മാസത്തിന് ശേഷം വരുന്ന 2 വർഷത്തേക്ക് ബിനു പുളിക്കക്കണ്ടം, അതായത് ദിയ ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ പിതാവ് ബിനു പുളിക്കക്കണ്ടത്തിന് വൈസ് ചെയർപേഴ്സൺ പദവി നൽകണമെന്നുള്ളതായിരുന്നു UDFിലെ ധാരണ. എന്നാൽ കോൺഗ്രസ് അംഗങ്ങൾ 6 മാസം അടുക്കാറായപ്പോഴേക്കും ഈ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറായില്ല. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ കൂടിയും അവസാന ഘട്ടത്തിൽ ഈ വൈസ് ചെയർപേഴ്സൺ രാജിവെച്ച് ബിനു പുളിക്കക്കണ്ടം വൈസ് ചെയർമാനായി വരേണ്ട സാഹചര്യത്തിൽ തങ്ങൾക്ക് ആ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിലേക്ക് കോൺഗ്രസ് കൗൺസിലർമാർ എത്തുന്നു. അങ്ങനെ ഉണ്ടാകുന്ന തർക്കം പലവിധ തർക്കങ്ങളാവുന്നു. ഈ പ്രശ്നങ്ങൾ പല തവണ പരിഹരിക്കപ്പെടുന്നു. പക്ഷേ ഒന്നിനു പിറകെ ഒന്നായി ഓരോരോ പ്രശ്നങ്ങൾ രൂപപ്പെട്ടു. അതോടുകൂടി UDFിൽ വലിയ പ്രതിസന്ധി രൂപപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ LDF അവിശ്വാസം കൊണ്ടുവരുമ്പോൾ ആ അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് കൗൺസിലർമാർ എടുത്തിട്ടുള്ള നിലപാട്. ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസ് കൗൺസിലർമാരുമായി പാർട്ടി നേതൃത്വം വലിയ തോതിലുള്ള ചർച്ചകൾ നടത്തിയെങ്കിലും തങ്ങളുടെ തീരുമാനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടാണ് കോൺഗ്രസ് കൗൺസിലർമാർ സ്വീകരിച്ചത്. നിലവിൽ 12 പേര് LDFിനുണ്ട്. 2 പേരുടെ കൂടി പിന്തുണ കിട്ടിയാൽ 6 പേരാണ് കോൺഗ്രസ്, അതായത് 5 കോൺഗ്രസ് കൗൺസിലർമാരും 1 വിമതയായി മത്സരിച്ച് വിജയിച്ച മായ രാഹുലും ഉൾപ്പെടെ 6 പേർ ഒരേ നിലപാടിൽ ഭരണമുന്നണിക്കെതിരെ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ 6 പേരിൽ 2 പേരുടെ പിന്തുണ LDFിൻ്റെ അവിശ്വാസത്തിനൊപ്പം കിട്ടിയാൽ അവിശ്വാസം പാസ്സാകും. അങ്ങനെ വന്നാൽ ദിയ ബിനു പുളിക്കക്കണ്ടം
രാജിവെക്കേണ്ട സാഹചര്യമുണ്ടാകും. ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ കോൺഗ്രസ് ജില്ലാ നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയെങ്കിൽ കൂടിയും ചർച്ച പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പാർട്ടി ഈ വിഷയത്തിൽ വിപ്പ് നൽകിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവരുടെ പാർട്ടി കൗൺസിലർമാർക്കും ഒപ്പം തന്നെ മാണി സി കാപ്പൻ്റെ പാർട്ടി അവരുടെ കൗൺസിലർ അംഗത്തിനും ഒപ്പം തന്നെ കോൺഗ്രസ് പാർട്ടി അവരുടെ 5 കൗൺസിലർമാർക്കും വിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വിപ്പ് ലംഘിച്ചുകൊണ്ടും LDF അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് കൗൺസിലർമാരുടെ തീരുമാനം. എന്തായാലും വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഈ അവിശ്വാസം വഴി തുറക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവന്തിക. സനോജ്, ഈ ദിയാ ബിനുവിനെ പിന്തുണയ്ക്കാൻ കഴിയില്ലെന്ന് ചില കോൺഗ്രസ് കൗൺസിലർമാർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വിപ്പ് ലംഘിച്ചാൽ ഈ കൗൺസിൽ സ്ഥാനം നഷ്ടപ്പെടില്ലേ? അങ്ങനെ ഇതൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലേ? ഈ വിപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിപ്പ് ഇവർ കൈപ്പറ്റണം, അതായത് കൗൺസിലർമാർ കൈപ്പറ്റണം. ഈ വിപ്പ് പാർട്ടി നേതൃത്വം ഒരു പേരിന് വേണ്ടിയാണോ നൽകിയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടായിട്ടില്ല. വിപ്പ് ആരെല്ലാം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ വിപ്പ് കൈപ്പറ്റിയിട്ടില്ല എങ്കിൽ കൂടിയും അവർക്ക് പാർട്ടി തീരുമാനത്തിനെതിരായി വോട്ട് രേഖപ്പെടുത്താൻ കഴിയും. പക്ഷേ വിപ്പ് കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ മാത്രമേ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. വിപ്പ് ലംഘിച്ചുകൊണ്ട് സ്വാഭാവികമായും വിപ്പ് കൈപ്പറ്റിയിട്ടും വിപ്പ് ലംഘിച്ചുകൊണ്ട് അവർ പാർട്ടി നിലപാടിനെതിരായി വോട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അവർ അയോഗ്യരാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ അയോഗ്യരാവാനുള്ള സാധ്യതയ്ക്ക് പാർട്ടി നേതൃത്വം തന്നെയാണ് ഇവർക്കെതിരെ തുടർ നടപടികളുമായി മുന്നോട്ട് പോവേണ്ടത്. അങ്ങനെ തുടർ നടപടികളുമായി മുന്നോട്ട് പോയാൽ മാത്രമാവും ഇവരുടെ സ്ഥാനം നഷ്ടപ്പെടുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. അതിനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നില്ല. കാരണം ഈ കോൺഗ്രസ് പാർട്ടിയിലെ ചില ആളുകൾക്കും ഈ കൗൺസിലർമാർ സ്വീകരിച്ച നിലപാടിനോട് അനുകൂല നിലപാടാണ് എന്നുള്ളതാണ്. എന്തായാലും LDF കൊണ്ടുവന്ന ഒരു അവിശ്വാസത്തെ കോൺഗ്രസ് കൗൺസിലർമാർ പിന്തുണയ്ക്കുന്നു. UDF നഗരസഭയിൽ UDFന് ഭരണം നഷ്ടപ്പെടുന്ന തരത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും വലിയ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇത് വഴി തുറക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവന്തിക.